ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാത്രി വിരിയാനുള്ള ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതിതാണ്. അനന്തശയനം കണ്ടിട്ടുണ്ടാവും ആൾക്കാർ. അനന്തശയനത്തിൻ്റെ സെയിം പൂവാണ്. നല്ല ഭംഗിയാണ്, നല്ല മണുവാണ് കേട്ടോ ഇത്. ഇപ്പം സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. എല്ലാം നല്ല വൃത്തിക്ക് വിരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പൂവുണ്ട്. ഇതെല്ലാം 1 മാസം കൊണ്ട് നമുക്ക് ഫ്രൂട്ടായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ താഴെയുള്ളതും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ എല്ലാം ഇങ്ങോട്ട് നോക്കിയിട്ട് ഈ ഭാഗത്ത് ഫേസ് ചെയ്തിട്ടാണ് ഇവിടെ വിരിഞ്ഞിരിക്കുന്നത്. ഇത്രയും എണ്ണം ഇനി അടുത്തൊരു കറക്റ്റ് 30 ദിവസം കൊണ്ട് നമുക്ക് പഴം പറിക്കാനുള്ള പാകത്തിനാവും. അതിനിടയിൽ പഴുത്തൊരു പഴം കണ്ട. ഇതുപോലെ ഇതെല്ലാം ഇനി ഒരു മാസം കറക്റ്റ് 30 ദിവസം കൊണ്ട് നമുക്ക് പറിക്കാനാവും. അപ്പോൾ ഇതിൻ്റെ ചെടി സൗജന്യമായിട്ട് വേണ്ടുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചെടി അയച്ചു തരുന്നതായിരിക്കും. അതിൻ്റെ കൊറിയർ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇത് മാനുവലി പോളിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ചോദിക്കും എന്തിനാണ് മാനുവലി പോളിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ സൈസ് നല്ല വലിയ ഫ്രൂട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാനുവലി പോളിനേറ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പൂമ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ പൂമ്പൊടി പോളൻസ് ഇതെടുത്തിട്ട് ഇതിൻ്റെ ഫീമെയിൽ പാർട്ട് ഇതാണ്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് കൊടുത്താൽ ഇതുപോലെ ഒരു ബ്രഷ് വാങ്ങിക്കുക. പൂമ്പൊടി ഇങ്ങനെ ടച്ച് ചെയ്യുക. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് പോളിനേറ്റായി. ഇനി നല്ല സൈസുള്ള കായ ഉണ്ടാവും. ചില സമയത്ത് നമ്മളിത് പോളിനേറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ തേനീച്ചകളൊന്നും വന്നില്ലെങ്കിൽ, കാര്യം രാവിലെ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കൂമ്പിപ്പോവും. അപ്പോൾ തേനീച്ചകളൊന്നും വന്നില്ലെങ്കിൽ ഈ ഫ്രൂട്ട് പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് മാനുവലി ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. പോരാണ്ട് മഴയങ്ങാറ്റം പെയ്തിട്ടുണ്ടെങ്കിൽ മഴയിൽ ഇതിൻ്റെ പൂമ്പൊടിയൊക്കെ ഒലിച്ചു പോയി കഴിഞ്ഞാലും ഇത് നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പൂവുകൾക്കും ഇതുപോലെ മാനുവലി പോളിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നടുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല സൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മാനുവലി പോളിനേറ്റ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഇന്നലെ രാത്രിയത്തെ പൂവാണ് ഇത്. ഇന്നലെ രാത്രി വിരിഞ്ഞ പൂവ്. ഇതിപ്പോൾ രാവിലെ സമയം 8 മണിയായിട്ടുണ്ട്. ഇത് കൂമ്പിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പൂവ് പൂർണ്ണമായിട്ട് അടഞ്ഞു പോകും. ഇതിനകത്ത് കാണുന്നില്ല, കാര്യമായിട്ട് തേനീച്ചകളൊന്നും ഇല്ല ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ മാനുവലി തന്നെ പോളിനേറ്റ് ചെയ്യണം. നാച്ചുറലി പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ചെയ്തു കൊടുത്താലും മതിയാവും. രാവിലെ ഒരു 7 മണി സമയത്തൊക്കെ നിങ്ങൾ പോളിനേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് കായ പിടിക്കും കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് സൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവലി പോളിനേറ്റ് ചെയ്ത് കൊടുക്കുക. രാത്രി ഇപ്പോൾ പറമ്പിലാണ് നടന്നതെങ്കിൽ പറമ്പിൽ രാത്രി പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് ഒരു 6 മണി 7 മണി 8 മണിക്കുള്ളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കായ് പിടിച്ച് കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ ആ പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രാത്രി വിരിഞ്ഞ പൂവ്. ഇതിനകത്തൊക്കെ തേനീച്ച വളരെ കുറവാണ്. 1-2 തേനീച്ചകൾ വന്നിട്ടുണ്ട്. മറ്റ് തേനീച്ചകളൊക്കെ വരുമ്പോഴേക്ക് ഇത് പിന്നെ കുമ്പിപ്പോവും. അതുകൊണ്ട് തന്നെ ഇത് പോളിനേഷൻ നടക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരുപാട് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തേനീച്ചകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഒരു പൂവൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെങ്കിൽ 10, 20, 30 പൂ വരുന്ന സമയത്ത് തേനീച്ചകൾ വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് മാനുവലി പോളിനേറ്റ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ചെടി വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കുക. ബാക്കി ചെടിയുടെ ചാർജൊന്നും വേണ്ട. ഓക്കെ.